ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് റമദാനിലെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, രണ്ട് റെസിപ്പീസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാലും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടോക്കട്ടോ. ഇപ്പോൾ ഇതാ വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ അപ്പോൾ നമുക്ക് അന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. 3 മണിക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പത്തിരിയും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, പൊരിച്ച കടി അങ്ങനെ ഉണ്ടാക്കാനും പിന്നെ തരിക്കഞ്ഞി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനുള്ളത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് റൂഹ് ഹഫ്സ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിലിട്ടൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോൾ അതൊന്ന് പുതിർന്ന് വന്നോളും. അപ്പോൾ അതവിടെ മാറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ല, നല്ല കിഡിനിലായിട്ടുള്ള 2 സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെ കാണിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് എടുക്കട്ടെ. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണാണ് മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2-3 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ ഞാനിതിലേക്ക് നമ്മൾ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സോയ സോസ് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നല്ലൊന്ന് കുഴച്ചിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചുകൊണ്ട് നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിലേക്ക് നമ്മൾ മസാല പൊട്ടി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ അങ്ങനെ കളറൊക്കെ ചേഞ്ചായി വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഹാഫ് കുക്കാവണ വരെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുഞ്ഞു സവാള ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായതിന് ശേഷമാണ് കേട്ടോ സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ സവാള ചേർക്കുന്ന കൂടെ തന്നെ ചിക്കൻ ചേർക്കുന്ന കൂടെ തന്നെ സവാള ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ സവാള എന്താ പറയുക, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കരുത്. നമ്മൾ ചെറുതാക്കിയാണല്ലോ സവാള കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് സവാള ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. സവാള ഒന്ന് വഴന്ന് വരും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി നല്ലൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനും സവാള എല്ലാം ഒന്ന് നല്ല മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം അതൊന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്ര പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ മല്ലിയില ചേർത്തും കൂടി കഴിഞ്ഞ ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറുന്ന ടൈമോടെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പൊക്കവട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കണത് തന്നെ ആവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ ഇട്ടായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയില കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കട്ടെ. നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കണില്ല കേട്ടോ. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൊക്കവടയിൽ ഇങ്ങനെ കടിക്കുമ്പം മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ഞാൻ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കന് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എല്ലതും എത്രയാണെന്നുള്ളത് അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എത്ര ചേർക്കണം. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അറിയാമല്ലോ എത്ര നമ്മൾ പൊടികളൊക്കെ ചേർക്കണം എന്നുള്ളത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാനൊന്ന് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പൊടി ഇല്ലേ, കടലപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടൊന്ന് നല്ല മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ പിന്നെ കുഴച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഞാൻ പിന്നെ വെള്ളം ഒന്നും ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ടില്ല, ഒരുപാട് ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പം മാവ് നമ്മളിതൊന്ന് ലൂസാക്കി എടുത്തിട്ടാട്ടോ, ഡ്രൈ ആക്കി എടുക്കരുത്, നമ്മളിതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടാണ് കുഴച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ പക്കോടൻ്റെ പിന്നെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ പിന്നെ ഫ്രൈ ചെയ്യണ മുന്നായിട്ട് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ കിട്ടുക. തരിക്കഞ്ഞി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് പാൽ എടുക്കണം. 1 കപ്പ് പാലിന് എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാലിലേക്ക്. എന്നിട്ട് ആ പാൽ ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. പാലും വെള്ളം എല്ലാം കൂടി തിളപ്പിച്ചത്. അപ്പോൾ ഞാൻ ഒരുപാട് തരിക്കഞ്ഞി ഉണ്ടാക്കണില്ല കേട്ടോ, മക്കളൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് കണക്കാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ പാലും വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ നമ്മൾ റവ എടുത്തിട്ടുള്ളത് കൂടരുതിട്ടാൽ കൂടിപ്പോയാൽ കട്ടി കൂടും. 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ കുഞ്ഞിരാക്കും എനിക്കൊക്കെ ഇഷ്ടം കുറച്ച് ലൂസായിട്ടുള്ള തരിക്കഞ്ഞി കേട്ടോ, ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കില്ല അങ്ങനെ. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ തന്നെ റവ എടുത്തിട്ടുള്ളൂ, അത്ര തന്നെ മതിയാവും കേട്ടോ ഈ പാലിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ വറുത്ത് വെച്ച സേമിയാണ്, അതും കൂടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നല്ല ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പാലൊന്ന് ഇളക്കിയിട്ട് റവ ചേർത്ത് കൊടുക്കട്ടോ, അല്ലെങ്കിൽ റവ കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് പിന്നെ നമ്മളെ സേമിയയും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയയും റവയൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് നമുക്ക് തിളപ്പിക്കണം കേട്ടോ നല്ലൊന്ന്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മളെ റവയും സേമിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ ആ ടൈമിൽ ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ നമ്മൾ തരിക്കഞ്ഞി റെഡി ആക്കി എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ഒന്നും ചേർക്കാൻ നിൽക്കണ്ട, പഞ്ചസാര ഇപ്പോൾ തന്നെ ചേർത്തെടുത്തിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാര ഒക്കെ ചേർത്തതിന് ശേഷം സേമിയൊക്കെ നല്ല വെന്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് നമ്മൾ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇതൊന്ന് കട്ടിയാവും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പിന്നെ ഇനി ഒന്ന് വറവ് ചെയ്തെടുക്കേണ്ടിട്ട്. അപ്പോൾ വറവ് ചെയ്യണ മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം നമ്മൾ പിന്നെ റവല്ലേ നമ്മൾ തരിക്കഞ്ഞിൻ്റെ ഹൈലൈറ്റ് ആണ് ഈ തേങ്ങാപ്പാൽ എന്ന് പറയും. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. പച്ച തേങ്ങാപ്പാൽ തന്നെ നമ്മൾ ഒഴിച്ചെടുക്കുക, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പിന്നെ ഒരുപാട് കട്ടിലേതെന്നാലും അധികം ലൂസ് ആവാതെയുള്ള പിന്നെ തരിക്കഞ്ഞി നമുക്ക് റെഡി ആക്കി കിട്ടും കേട്ടോ. ഈ ഇളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ വറവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഓവറാവരുത് കേട്ടോ, അത്യാവശ്യം മാത്രം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടെ. അപ്പം നമ്മൾ നെയ്യിലേക്ക് നേരിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്യരുത്, ചേർക്കരുത്. അപ്പം ചെറിയ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കിസ്മിസ് മുന്തിരി കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതും കൂടി റെഡി ആയതിന് ശേഷം നമുക്ക് തരിക്കഞ്ഞിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ മൂത്ത് വന്നതിന് ശേഷം. അങ്ങനെ നമ്മൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റൂഹബ്സ റെഡിയാക്കി എടുക്കട്ടെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു ജഗ്ഗിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, റൂഹബ്സ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തു, വെള്ളം ഒഴിച്ച് കൊടുത്തു, പിന്നെ കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തില്ല അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ബത്തക്ക ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ അന്ന് പിന്നെ റെഡ് ബത്തക്ക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ ബത്തക്കാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് എടുത്തതിന് ശേഷം ഞാൻ അത് ജഗ് എടുക്കുക തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് നല്ല തണുത്തോട്ടാന്ന് വെച്ചിട്ട്. അപ്പം ഞാനതിലേക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ റൂഹബ്സല മധുരം ഉണ്ടാവും, എന്നാലും ഞാൻ അത്യാവശ്യം മധുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ, കൂടുതൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഫില്ലിങ്ങൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം.
അപ്പം ഞാനിത് നമ്മൾ ഒരു ബോക്സ് രൂപത്തിലാട്ടോ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂസ ഷീറ്റ് ഇല്ലേ, അത് ഇതുപോലെ ഞാൻ പിന്നെ 2 സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചെടുക്കട്ടെ ചെയ്യണത്. അപ്പോൾ അതുപോലെ വീഡിയോയിൽ നിങ്ങൾ കാണില്ല, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പിന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ 2-3 കഷ്ണം പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് നമ്മൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കണം ഈ ചീസ് വെച്ച് കൊടുക്കുമ്പോഴേട്ടാ. അപ്പോൾ നമ്മൾ സ്ലൈസിൻ്റെ ചീസ് ഇല്ല, അത് ഞാൻ പകുതിയാക്കിയിട്ട് അതിലൊരു പകുതിയായിട്ട് അതുപോലെ മടക്കിയിട്ട് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം ബോക്സ് രൂപത്തിൽ. അപ്പോൾ ഞാൻ ഒന്ന് ഫസ്റ്റത്തെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കൂടി എങ്ങനെ മടക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് മടക്കി എടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഞാൻ 2 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ. വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫില്ലിങ് വെച്ചെടുക്കുന്നുണ്ട്. ഈ ഫില്ലിങ്ങിൻ്റെ മേലെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ചീസ് വെച്ചെടുക്കാം കേട്ടോ. ചീസ് ഞാൻ പിന്നെ പകുതി ചീസായിട്ട് എടുത്തിട്ടുള്ളത്, പകുതി ഇതുപോലെ നീളത്തിൽ വെച്ചെടുത്തതിന് ശേഷം ഇത് ആദ്യം നമ്മൾ ഒന്ന് പിന്നെ മടക്കി കൊടുക്കുക. അതിന് മേലെ ഞാൻ മൈദ കലക്കിയിട്ട് പിന്നെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡ് പിന്നെ മടക്കി കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ മൈദ ഒട്ടിച്ചെടുക്കണം. അതുപോലെ 4 സൈഡ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ മൈദ ചേർക്കണോണ്ട് അത് അവിടെ ഒട്ടി നിന്നോളും, പിന്നെ പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു സമൂസ മടുക്കണതിനേക്കാൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഫില്ലിംഗ് കൊണ്ട് നമുക്ക് 5 പിന്നെ ഇതുപോലത്തെ പിന്നെ ബോക്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഓരോന്നായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 3-4 ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം, വലിയ ചട്ടിയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ടൈം ഉണ്ടല്ലോ, ഓരോന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ നമ്മൾ ഇതുപോലെ നല്ല കുറച്ച് നേരം ഇതുപോലെ പിടിച്ചിട്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ അതിൽ നിന്ന് ഒഴിവാക്കണ്ട. അപ്പോൾ ബോക്സിൻ്റെ നമ്മളെ മടക്കില്ല, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെളിച്ചെണ്ണ പോകും. അത് നമ്മൾ കുറച്ച് ടൈം പിടിച്ചിട്ട് തന്നെ വെളിച്ചെണ്ണ കോരിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ ബോക്സൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിത് നമ്മൾ ചിക്കൻ പൊക്കവാടല്ലേ അത് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ 2 സ്നാക്സാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ബോക്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമ്മൾ ചിക്കൻ പൊക്കവട പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയണമല്ലോ, നല്ല ടേസ്റ്റുള്ള തന്നെയാണ്. പക്ഷേ ആ ബോക്സ് നിങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കുക, നല്ല ടേസ്റ്റുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ ഫ്രൈ പരിപാടി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ടേബിളിൽ കൊണ്ടൊക്കെ വിചാരിക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം കുഞ്ഞിനായി ഞങ്ങൾ സംസാരിച്ചൊക്കെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ട് സെറ്റ് ആയിട്ട് ഞാനിതൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് മക്കൾ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബോക്സ് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമെന്നുള്ളതിൽ ഇങ്ങനെ കയ്യേറ്റൊന്ന് വലിച്ച് നമ്മൾ ചീസൊന്ന് വലിയുന്നത് ചൂടോട് കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ചീസ് ഇങ്ങോട്ട് വലിഞ്ഞു വരാം. അപ്പം ഞാൻ കയ്യേറ്റൊന്നും ഇങ്ങനെ പൊട്ടിച്ച് എന്താണ് പിന്നെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ കൈ പൊള്ളിപ്പോയിട്ടോ, നല്ല ചൂടാട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ചീസ് ഇങ്ങനെ പിന്നെ മെൽറ്റായി നിൽക്കുമല്ലോ ചൂടോടുകൂടി, അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയല്ല. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ കൈ പൊള്ളി, ഞാൻ താഴെ ഇട്ടിട്ടാ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിലിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റായിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.